ഹായ് ഫ്രണ്ട്സ്, ക്രിയേറ്റീവ് ലൈഫ് സ്കില്ലിൻ്റെ പുതിയൊരു ഫിഷിങ്ങിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഫിഷിങ്ങിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഫിഷിങ് മാത്രമല്ല ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. നമ്മൾ ആ ഫിഷിനെ നമുക്ക് കിട്ടിയിരുന്ന ഫിഷിനെ നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ അതിനെ കറിയും കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കാണുക, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കും. വീഡിയോയിലൂടെ നിങ്ങൾക്കൊരു ഗീവ് അവേ തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അതെന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു റീലും അതുപോലെ തന്നെ ഒരു ഫുട്ബോളും ഒരു വോളിബോളും, അപ്പോൾ ഈ 3 ഐറ്റമാണ് നമ്മൾ ഗീവ് അവേയിലൂടെ തരാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പോകുന്ന ക്ലബ്ബ്, നിങ്ങൾ കളിക്കാനൊക്കെ പോകുന്ന ക്ലബ്ബ് ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ ആ ക്ലബിൻ്റെ പേര് നിങ്ങൾ കമൻറ്റിൽ കൂടെ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സ്ഥലം കൂടി ഒന്ന് മെസ്സേജ് ചെയ്യണേ. അപ്പം ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയാനും കൂട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ നമ്മുടെ ക്ലബിൻ്റെ പേര്, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം കൊടുത്ത് നിങ്ങളുടെ ക്ലബിൻ്റെ പേര് മെസ്സേജ് ചെയ്യിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്ലബിൻ്റെ പേര് വരുന്നത് നമ്മൾ ആ ഒരു ക്ലബിനെ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ അവർക്കായിരിക്കും നമ്മൾ ഫസ്റ്റ് പ്രൈസ് കൊടുക്കാൻ പോകുന്നത്. ഇനി അഥവാ അധികം ആൾക്കാരില്ല എന്നാണെങ്കിൽ ഒരു ക്ലബിൻ്റെ പേര് ഒന്ന് വെച്ചാണോ ഉള്ളുവെങ്കിലും നമ്മൾ ആ ക്ലബ്ബുകളുടെ പേരെല്ലാം ഇട്ട് നമ്മൾ ലോട്ട് എടുത്ത് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ നിങ്ങൾ വീട്ടിലുള്ളവർക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യിക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരു ഗീവ് അവേ കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കീരി എന്ന ആൻസർ മെസ്സേജ് ചെയ്ത എല്ലാവർക്കും നമ്മൾ എല്ലാവരെയും കൂടെ നമ്മൾ ലോട്ടിട്ടെടുത്ത് നമ്മൾ അതിൽ നിന്ന് 3 പേർക്ക് നമ്മൾ പ്രൈസ് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് 100 കമൻറ്റ് ആകുമ്പോഴാണ് കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം ഇപ്പം 100 കമൻറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നമ്മൾ പ്രൈസ് എല്ലാം വാങ്ങി നമ്മൾ റെഡിയാക്കി വെച്ചേക്കുവാണ്. നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പം നമ്മൾ അതിൻ്റെ വീഡിയോ എടുക്കുന്നതും ലോട്ട് എടുക്കുന്നതും അതുപോലെ 3 പേരെ തിരഞ്ഞെടുത്ത് നമ്മൾ പ്രൈസ് അനൗൺസ് ചെയ്യുന്നതും നമ്മളൊരു വീഡിയോ ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പം ആ ഗിഫ്റ്റിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നോളൂ, അത് പുറകെ നിങ്ങളുടെ വീട്ടിലെത്തും. ഇനി നമുക്ക് കൊണ്ടുതരാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുതരും. അത് ഒത്തിരി ദൂരത്തു നിന്നുള്ളതാണെങ്കിൽ നമ്മൾ പ്രൈസ് നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ അയച്ചാണെങ്കിലും നിങ്ങളുടെ കയ്യിലെത്തിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഈ കാര്യം മറക്കരുത്. നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ക്ലബിൻ്റെ പേര്, നിങ്ങൾ കളിക്കാൻ പോകുന്ന നമ്മുടെ പരിസരത്തൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, നമ്മൾ വോളിബോളും ഫുട്ബോളും ഒക്കെ നമ്മളൊരു ക്ലബ്ബ് ഉണ്ടാവുമല്ലോ, അപ്പം അവിടെ നമ്മൾ എന്തായാലും കളിക്കാൻ പോകാറുണ്ട്. അപ്പോൾ ആ ഒരു ക്ലബിൻ്റെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ. ഇവിടെ ഇഷ്ടം പോലെ കാര്യമുണ്ട്, അതെല്ലാം കിടന്ന് മറിയും. തീറ്റാന്ന് പറയുന്നത് വരെയാണ്. പാടെ പൊങ്ങ് താത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. യെസ് കാരി. അപ്പോൾ നമുക്ക് കാരിയാണ് കിട്ടിയേക്കുന്നത് ഇപ്പം. അപ്പോൾ ഇത് നല്ല ബ്ലാക്ക് കളറുള്ള കാരിയാണ്. കാരി 2 കളറിലുള്ള കാരി നമുക്ക് കിട്ടാറുണ്ട്. ഒരെണ്ണം നല്ല കറുപ്പും ഒരു ആഷ് കളറും. നല്ല കൊമ്പുണ്ട്, കുത്ത് കിട്ടിയാൽ നല്ല സൂപ്പറാണ്. അപ്പോൾ നമ്മുടെ ചൂണ്ട വീണ്ടും അനങ്ങുന്നുണ്ട്. യെസ്, നമുക്ക് അടുത്ത കാരിനെ കിട്ടി. അയ്യോ, അത് കാര്യമല്ല, അതൊരു ചെറിയൊരു വയമ്പായിരുന്നു. ഓ, കിട്ടി. നമുക്കൊരു അടിപൊളി ഒരു വരാലിനെ കിട്ടിയിട്ടുണ്ട്. നല്ല നാടൻ വരാലാണ്. അപ്പോൾ ഇവൻ ഇതുവഴി ഇങ്ങനെ പൊങ്ങി നടപ്പുണ്ടായിരുന്നു. നമ്മൾ വന്ന സമയത്ത് നമ്മൾ കണ്ടാണ് ഇങ്ങനെ പൊങ്ങി. അപ്പോൾ വരാൽ ഉള്ളപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും, അത് പുല്ലിന്റെ ഇടയിൽ കയറി ഇങ്ങനെ നല്ല ആക്ടിവിറ്റി കാണിക്കും, മനസ്സിലാകും. അപ്പോൾ ഇത് വരാലായിരിക്കും നമുക്ക് മനസ്സിലാവും. ഇത് ചെറിയൊരു ടങ്കീസാണ്. മിക്കവാറും ഇവനത് പൊട്ടിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. വാടാ മോനെ ഇവിടെ, ഇവിടെ വാടാ മോനെ. നിന്റെ കമ്പനിക്കാരനും കൂടെ ഉണ്ടല്ലോ, അവൻ ഇവിടെ ഉണ്ടോ? കണ്ടോ, ഈ സൈഡിലാണ് അത് ഹുക്ക് അയക്കുന്നത്. കണ്ടോ, ഈ സൈഡിലായിട്ടാണ്. ഇവന്മാരുടെ വായ കണ്ടോ, നല്ല അടാറ് വായാണ്. അപ്പം ആ മീനിന്റെ സൈസിനെക്കാട്ടും വലിയ വായാണ് അതിന്റെ. കണ്ടോ, അതിന്റെ വായി പല്ലൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ മീനുണ്ട്. ഇതൊരു വരാലാണ് ഇപ്പൊ നമുക്ക് കിട്ടിയേക്കുന്നത്. വലിയ സൈസൊന്നും അല്ല, എന്നാൽ പോലും ഒരു മീഡിയം സൈസുള്ള ഒരു വരാലിനെയാണ് കിട്ടിയേക്കുന്നത്. കണ്ടോ, അപ്പം നമുക്ക് വരാലും കാര്യമൊക്കെ ഉണ്ട്. ഇവിടെ ഇഷ്ടംപോലെ കാര്യമുള്ള സ്ഥലമാണ്, കാരണം ഇങ്ങനെ മറയുന്ന കാണാൻ നമുക്ക് പറ്റും. അതുപോലെ തന്നെ വരാലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ സൈലന്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഇന്ന് നോക്കിയാൽ കാണാൻ പറ്റും. വെള്ളത്തിന് മുകളിൽ കൂടി ഇങ്ങനെ പയ്യെ നിൽക്കുന്ന കാണാം. നമുക്ക് കിട്ടിയേക്കുന്നതാണിത്. ഇത് നമ്മുടെ
വരാലാണ്. അപ്പോൾ നമ്മൾ അതിനെയും വെച്ച പോലെ തന്നെ നമുക്ക് കാരിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെയൊക്കെ ഇന്ന് കിട്ടുന്നതിനെല്ലാം നമ്മൾ കുക്ക് ചെയ്യാനും കൂടിയാണ് പോകുന്നത്. വീണ്ടും കാരിയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് കാരി ഇവിടെ ഇഷ്ടം പോലെ കാരിയുണ്ട്. അപ്പോൾ അതിനെ ഇങ്ങനെ പഠിക്കുന്ന സമയത്തൊന്നും പോയി പിടിക്കാൻ പറ്റില്ല. അതിൻ്റെ മുള്ളുണ്ട്, അത് ദേഹത്ത് കുത്തിയാൽ പിന്നെ നമുക്ക് 2-3 ദിവസത്തേക്ക് നല്ല വേദനയായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ 2 ദിവസം മുമ്പ് മുതൽ ഇവിടെ നമ്മൾ നോട്ടം ഇട്ട് വെച്ചേക്കുന്നതാണ്. കാരണം ഇവിടെ ഇഷ്ടം പോലെ മീനിങ്ങനെ ആക്ടിവിറ്റി കാണിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നത് ഫിഷിങ്ങിന് വേണ്ടിയിട്ട് വരണം എന്നുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനെ സൈലൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഇന്ന് നോക്കിയാൽ കാണാൻ പറ്റും, വെള്ളത്തിന് മുകളിൽ കൂടി ഇങ്ങനെ പയ്യെ നിൽക്കുന്ന കാണാം. അപ്പം നമുക്ക് വരാലും കാര്യമൊക്കെ കിട്ടിയിട്ടുണ്ട്. വീണ്ടും കാരിയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് കാരി ഇവിടെ ഇഷ്ടം പോലെ കാരിയുണ്ട്. ഇത് നമുക്ക് ഈ വരാലുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ വരുന്ന സമയത്തെ പുല്ലിൻ്റെ ഇടയിലോട്ടൊക്കെ വരാൽ കയറിയിരിക്കും ഇങ്ങനെ ഇച്ചിരി വെള്ളത്തിനകത്തേക്ക്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് വരാലുണ്ടാവും. അപ്പോൾ അത് അവിടെ പുല്ലിൻ്റെ ഇടയിൽ കിടന്ന് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ആണെങ്കിൽ വെള്ളം ഇളകുന്ന സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ മിക്കപ്പോഴും ആ ഭാഗത്ത് വരാലുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം വന്നപ്പോൾ അങ്ങനെ ഒരു സൗണ്ട് കേട്ടോണ്ടാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഒരു വരാൽ ആ സൈഡിൽ കൂടി നടപ്പുണ്ടായിരുന്നു. അവനാണോ എന്നൊരു സംശയമുണ്ട്. നമുക്ക് വീണ്ടും ഒരു വരാലിനെ കൂടെ കിട്ടിയേക്കുവാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇതൊരു മോശമായിട്ടില്ല. നമുക്ക് ഇഷ്ടം പോലെ മീനിനെ കൊണ്ട് ഇന്ന് പോകുന്നുള്ളെന്നൊരു വിചാരിച്ച് നമ്മളിരിക്കുന്നു. മോളിച്ചൂടെ വലുതായി കഴിയുമ്പോൾ അമ്മച്ചി പഠിപ്പിക്കാം. അല്ലേലേ ഇങ്ങനെയൊക്കെ ഒത്തിരി ജോലികളുണ്ടത്. എന്താ ഒത്തിരി പണിയുണ്ട് ഇതിനകത്ത്. വെട്ടുന്നത് ആദ്യം അതിൻ്റെ ചിറകൊക്കെ വെട്ടണം, കൊമ്പൊടിക്കണം. ആദ്യം കൊമ്പൊടിക്കണം, അല്ലെങ്കിൽ അത് നമ്മളെ കുത്തിയാൽ ഭയങ്കര വേദനയാണ്.
കാരി കുത്തിയാലേ അത് കഴിഞ്ഞ് കൊമ്പൊടിച്ച് കഴിഞ്ഞ് നീ നോക്കിയിരുന്നോ നന്നായിട്ടാ പഠിച്ചോ കാര്യം വയ്ക്കുമ്പോൾ നിന്നെ വിളിക്കാം കേട്ടോ. വെട്ടിത്തന്നെ രണ്ട് സൈഡിലും ഉണ്ടോ? പയ്യെ അമ്മച്ചോടെ പറയുന്നു. ഓ പൊട്ടു അമ്മച്ചത് ചിലപ്പോ ഈ ചൂട് കൂട്ടും. ഇത് ചിലപ്പോൾ ഈ കുടലിൻ്റെ നീളം പേടി എനിക്ക് ഇത്ര നീളമുള്ള അതിൻ്റെ രണ്ട് സൈഡിലും നീളമുണ്ട് കണ്ടോ കുടലിന്. അതും കളയണം, അല്ലെ അഴുക്ക അതിൻ്റെ അകത്ത്. അടുത്ത കാര്യക്കകത്തും കാണും. ഈ കുഴലെങ്ങനെയാണ്? ഈ കുഴലിനകത്ത് എന്നാ കിടക്കുന്നത്? കുടലിനകത്ത് അതിൻ്റെ ഭക്ഷണം കഴിച്ചതിൻ്റെയൊക്കെ വിശിഷ്ടങ്ങളാണ്. അപ്പോൾ നമ്മുടെ മീനെല്ലാം വെട്ടി വൃത്തിയാക്കി കൊണ്ടുവന്നു. ഇനി അതിനെ ഒന്ന് നല്ല വൃത്തിക്ക് കഴുകിയെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ അതിൻ്റെ ചാരമൊക്കെ ഒന്ന് കളഞ്ഞൊന്ന് എടുത്തിട്ട് നമ്മൾ ഉപ്പിട്ട് വെച്ചു. അതുപോലെ തന്നെ കുറച്ച് നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞ്, അപ്പോൾ ആ ഒരു എന്തെങ്കിലും ഒരു ഉളുമ്പോ അങ്ങനെ എന്തെങ്കിലും ചേറിൻ്റെ ടേസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പെട്ടെന്ന് പോയി കിട്ടും. അപ്പോൾ നമ്മൾ ഉപ്പും നാരങ്ങ നീരും കൂടെ കൂട്ടി നമ്മളതിനെ ഒന്ന് വൃത്തിയാക്കി നല്ല അടിപൊളിയായിട്ടൊന്ന് കഴുകിയെടുക്കണം. നമ്മൾ എങ്ങനെയാണ് കറിക്കാണെങ്കിൽ അതിൻ്റെ ഒരു പരുവത്തിന്, അല്ലെങ്കിൽ വറക്കാനാണെങ്കിൽ ആ ഒരു പരുവത്തിന് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളിവിടെ ചെറിയതായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്, കാരണം ഇതൊന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. അപ്പം എന്നാലും അപ്പോൾ ഈ ഒരു മീനെന്ന് പറഞ്ഞാൽ ഇച്ചിരി നല്ലതായിട്ട് മുരിഞ്ഞ് വരണം, നല്ല രീതിയിൽ വറുത്തെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അല്ല നമ്മൾ ഈ ഒരു നമ്മൾ ആ ഫ്രൈ അത്രയ്ക്കാകാതെ ഹാഫ് ഫ്രൈ പോലെ ചെയ്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അത്രയും ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇച്ചിരി കൂടെ നല്ല ഫ്രൈ ചെയ്ത് നല്ല മുരിഞ്ഞ രീതിയിൽ എടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും ഒക്കെ ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം കൂടി ഇട്ട് കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ വറക്കാൻ ആവശ്യമായ സാധനങ്ങളെല്ലാം ഇട്ട് നമ്മൾ പുരട്ടി വെച്ചു. അപ്പം ഇത് വറക്കാനും ബാക്കി നമ്മൾ കറിക്കും ഉള്ളത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം കുറേ മീനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളത് പകുതി നമ്മൾ വറക്കാൻ പോകുന്നു, പകുതി നമ്മൾ കറി വെക്കാനും പോകുന്നുണ്ട്. അപ്പം നമ്മൾ പാൻ അടുപ്പേ വെച്ചു. അതുപോലെ അതിനകത്ത് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് നമ്മൾ സെറ്റ് ചെയ്ത് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക്, എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് സാധാരണ നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ നമ്മളതിൻ്റെ മുകളിലേക്ക് നമുക്ക് വറക്കാൻ പുരട്ടി വെച്ചിരിക്കുന്ന മീനെല്ലാം നമ്മൾ അപ്പോൾ ഇത് പുരട്ടി വെച്ചിട്ട് നമ്മളൊരു ഹാഫ് ആൻ അവറെങ്കിലും വെക്കുവാണെങ്കിൽ അതിലേക്ക് മുളകും ഉപ്പും എരിവെല്ലാം പിടിക്കും. അപ്പം ഇച്ചിരി കൂടി നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ നമ്മളൊരു അരമണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ പുരട്ടി സെറ്റ് ചെയ്ത് വെക്കണം. അതിന് ശേഷം നമ്മൾ വറക്കാനെടുക്കും. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇവിടെ ചട്ടി കിടന്ന് ഇങ്ങനെ നല്ല പരുവായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിപൊളിയായി നമ്മൾ ഫിഷെല്ലാം നമ്മൾ വറുത്ത് വെച്ചു. അപ്പോൾ നമ്മൾ പകുതി മീൻ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കറിക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് വീണ്ടും കറി വെക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള അത് കറി വെക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മീൻ കറി അല്ല വെക്കുന്നത്, നമ്മൾ തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് വെക്കുന്നത്. അപ്പം അതും നല്ല ടേസ്റ്റിയാണ്. അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും എല്ലാം തേങ്ങയും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ അത് അരച്ചെടുക്കാൻ പോവാണ്. അരച്ചെടുത്തതിന് ശേഷം നമ്മൾ അരച്ച് മാറ്റി വെച്ചു. ഇനി നമുക്ക് കടുകും ഉലുവായും എല്ലാം പൊട്ടിച്ച് കറിക്കുള്ള സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കടുകും ഉലുവായും പിന്നെ നമ്മുടെ കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് താളിച്ച് പരുവായി അതിനകത്തേക്ക് കുറച്ച് നമ്മുടെ വെളുത്തുള്ളി കീറിയതും അതുപോലെ പച്ചമുളക് പിന്നെ കുറച്ച് ഇഞ്ചി നമ്മൾ പൊടിയായി അരിഞ്ഞതെല്ലാം കൂടെ ഇട്ട് നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഇത് നല്ലതായിട്ടൊന്ന് മൂത്ത് ആ മണവും വരുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ സവാള അരിഞ്ഞതും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്ത് നല്ലതായിട്ട് ഇളക്കി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് തക്കാളിയും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്ത് നമ്മളെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഇതിനെ ഒന്ന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് പച്ചമണം മാറുന്ന രീതിയിലൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കും.
അതിന് ശേഷം നമ്മുടെ അരപ്പ്, നമ്മൾ ആദ്യം അരച്ച് വെച്ചിരുന്ന നമ്മുടെ അരപ്പ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും, ആ ഒരു പരുവമാകുമ്പോഴത്തേക്കും നമ്മൾ കറിക്ക് വേണ്ടി കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ഫിഷുണ്ട്. അപ്പോൾ അത് നമുക്ക് എടുക്കണം. അപ്പോൾ ഇതൊരു പരുവമായിട്ട് വേണം അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. അതിനിടയ്ക്ക് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കണം എങ്ങനെയുണ്ട് എന്നൊക്കെ. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ അതിനകത്തേക്ക് യോജിപ്പിച്ചിട്ട് നമ്മൾ ആ ഗ്രേവി ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഏകദേശം കറിക്കുള്ള ഗ്രേവി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് ആ ഗ്രേവി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറിയുടെ ആവശ്യത്തിനനുസരിച്ചുള്ള കുടംപുളിയും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. അപ്പോൾ അതൊന്ന് സെറ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ മുറിച്ച് മാറ്റി വെച്ചിട്ട് നമ്മുടെ മീൻ കഷ്ണങ്ങൾ നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അതിനി അതിനകത്ത് കിടന്നൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി മീൻ കറി ഇവിടെ റെഡിയാവും. അപ്പോൾ ഇപ്പം തന്നെ നല്ലൊരു കറിയുടെ മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതും തിളച്ച് പാകമാകുമ്പോഴത്തേക്കും നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായി. ഇപ്പം നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തിളച്ച്